ആയിട്ട് ഗ്രൂപ്പിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതാണ് ബെസ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യാനുള്ള, ബിറ്റ്കോയിൻ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ഏതാണ്, അതുപോലെ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക, എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഇതിനുള്ള ചാർജസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എങ്ങനെ കൂടും തോറും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. സോ അത് കാരണം കൊണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എക്സ്പേർട്ടുകളെല്ലാം ഇതെല്ലാം എന്താ പറയുക സ്കിപ്പ് ചെയ്യുക. സോ ഇതൊരു ബിഗിനേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളെല്ലാം കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഐ വിൽ ട്രൈ ടു ആൻസർ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആൻസർ ചെയ്യായിരിക്കും. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഏതാണ് ബെസ്റ്റ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. സോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടൊരു എക്സ്ചേഞ്ച് ഇല്ല എന്നുള്ളതാണ്. അതായത് പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും പല എക്സ്ചേഞ്ചുകളാണ് പോപ്പുലർ. ഓക്കെ, അതുപോലെ തന്നെ ചില എക്സ്ചേഞ്ചസുകളിൽ ഉള്ള ഫെസിലിറ്റീസ് മറ്റുള്ള എക്സ്ചേഞ്ചസിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ പല എക്സ്ചേഞ്ചസുകളിലും ഉള്ള കോയിൻസ് വേറെ പല എക്സ്ചേഞ്ചസുകളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഇതിലുള്ള ഫീസ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് ഏതാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ അധികം ട്രേഡ് ചെയ്യാനും വാങ്ങിക്കാനും ബിറ്റ് കോയിനും അല്ലെങ്കിൽ അതർ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാനും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈനാൻസ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബൈനാൻസ് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് എക്സ്ചേഞ്ചസ് ആണ്. അതായത് ഡെയിലി വോളിയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. നമ്മളിവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് എന്നുള്ള സെക്ഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും കൂടിയിട്ട് ബൈനാൻസിൽ ലാസ്റ്റ് 24 hours നടന്ന ട്രേഡ് എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് ഏകദേശം $90 billion. അതായത് രണ്ടാം സ്ഥാനത്തുള്ള ഹുവോബി എന്നുള്ള എക്സ്ചേഞ്ചിനെ കാട്ടിയും ഇരട്ടിയാണെന്ന് ഓർക്കണം. സോ അത്രയും വലിയൊരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈനാൻസിൽ 1000-ഓളം കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഷാറ പറയാൻ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഏത് കോയിൻ വേണമെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അത്രയും വോളിയം ഉള്ളതും അത്രയും എന്താ പറയുക കോയിൻസ് അവൈലബിൾ ആയിട്ടുള്ളതും അത്രയും ലിക്വിഡിറ്റി ഉള്ള ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്പോട്ട് മാർക്കറ്റ് മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പല എക്സ്ചേഞ്ചുകളും, ഇന്ത്യയിലൊക്കെ ഉള്ള പല എക്സ്ചേഞ്ചുകളും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ബൈനാൻസിൽ നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറയുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, കൂടുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാഗരമാണ്. ഓക്കെ, സോ അതിലോട്ട് നമുക്ക് പിന്നെ കടക്കാം. സോ നമുക്കിതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെ ഒരു എന്താ പറയുക ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ USDT എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ത്യയിൽ നമ്മൾ ഏത് എക്സ്ചേഞ്ച് യൂസ് ചെയ്താലും, ഇപ്പോൾ ബൈനാൻസ് യൂസ് ചെയ്താലും ഏത് എക്സ്ചേഞ്ച് യൂസ് ചെയ്താലും നമുക്ക് ഏകദേശം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിനെ കാട്ടി ഒരു 4 to 5% നമ്മൾ എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ പല എക്സ്ചേഞ്ചസുകളും ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഫ്രീ ആണ്, പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ത്യയിലത്തെ ഒരു മെയിൻ എക്സ്ചേഞ്ചാണ് ബിറ്റ് ബി എൻ എസിൽ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $43,24,000. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബൈനാൻസിൽ ഇവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $57,272. സോ $57,272 നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ USD INR റേറ്റിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 41,63,000 രൂപയാണ് വരുള്ളൂ. സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 41,63,000 ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ 43,24,000 ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 150,000, അതായത് 1,54,000 സംതിങ് ആണ് ഡിഫറൻസ് വരുന്നത് അല്ലേ. സോ അത്രയും ഒരു 3 to 4% എന്തായാലും നമുക്ക് ഒരു പ്രീമിയം ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. സോ അത് കാരണം കൊണ്ട് തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ബൈനാൻസിൽ നമുക്ക് എങ്ങനെ വാങ്ങിക്കാം? ബൈനാൻസിൽ നമുക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് വഴികളാണ്. ഒന്ന്, നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ച് വാങ്ങിക്കാം. അങ്ങനെ ആകുമ്പോഴും ഈ 4 to 5% നമുക്ക് അറ്റ് ദി എൻഡ് ഇതിൽ പോകും. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യുന്ന സമയത്ത് കാർഡ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു 2 to 3% ഫീ ഉണ്ട്. അതേപോലെ നമുക്കിതിൽ INR ആയിട്ടല്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിരുന്നത്, US ഡോളർ ആയിട്ടാണ്. സോ US ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതും ഒരു
എക്സ്ചേഞ്ച് റേറ്റ് ലോസും അത് ടോട്ടൽ ഓൾ ടുഗദർ വന്നിട്ട് ഒരു 4 to 5% എന്തായാലും ഡിഡക്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മളോട് P2P വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു USDT വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ INR കറൻസിയാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ സെല് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ ഇവരുടെ കയ്യിലെല്ലാം $US ഉണ്ട്, USDT ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഈ പുള്ളിക്കാരുടെ കയ്യിൽ കെ മണികണ്ഠൻ്റെ കയ്യിൽ $131 ഉണ്ട്. സോ പുള്ളി ചാർജ് ചെയ്യുന്നത് $75. സോ 75 ഒരു ഒരു ഡോളറിന് നമ്മൾ 75 റുപ്പി കൊടുക്കണം. സോ നമ്മളെ ആക്ച്വലി ഇന്റർനാഷണൽ മാർക്കറ്റിൽ USD INR റേറ്റ് എത്രയേ ഉള്ളൂ? 72.69. പക്ഷേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 75 കൊടുക്കണം. സോ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 4 to 5% ആണ്. സോ എന്തായാലും ഒരു 4 to 5% ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ നമുക്കിനി എങ്ങനെ ബൈനാൻസിൽ ഒരു USDT വാങ്ങിക്കുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇവിടെ പല ആൾക്കാരും പല റേറ്റിൽ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ മണികണ്ഠൻ 75.92 USDT നമുക്ക് സെല്ല് ചെയ്യുന്നത്. പുള്ളിക്കാരുടെ കയ്യിൽ $131 ഉണ്ട്. പക്ഷേ മിനിമം എമൗണ്ട് 9,970 നമുക്കൊരു ചെറിയ എമൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ചെയ്തു നോക്കാം. സോ ഇവിടെ ഒരു താഴെ ഒരു പുള്ളിക്കാരനുണ്ട്, RD എന്നുകൊണ്ട് 75.99 പുള്ളിക്കാരൻ പറയുന്നുണ്ട്. 150 ഉണ്ട്, 3000 മിനിമം ഉണ്ട്. സോ നമുക്കൊരു 3000 രൂപയുടെ ട്രാൻസാക്ഷൻ ഒന്ന് നടത്തി നോക്കാം. അതുപോലെ തന്നെ നമ്മൾ P2P ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വൈസ് ഉള്ളത്, നമ്മൾ റേറ്റ് ചെറിയ ഒരു ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിലും അധികം വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആക്യുറസി ഉള്ള, കൂടുതൽ കംപ്ലീഷൻ പെർസെൻറ്റേജ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്രിപ്റ്റോടോസ്, ഈ ഒരു പുള്ളിക്കാരൻ നോക്കിക്കേ, 1403 ഓർഡർ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 97% ആക്യുറസി ഉണ്ട്. സോ ഇങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു പുള്ളിക്കാരൻ 170 ട്രേഡ് നടത്തിയിട്ടുണ്ട്, 98% കംപ്ലീഷൻ ഉണ്ട്. സോ നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു 3000 രൂപയ്ക്ക് വാങ്ങിച്ചു നോക്കാം. പുള്ളിക്കാരൻ IMPSും ആക്സെപ്റ്റ് ചെയ്യും, UPI പേയ്മെൻറ്റും ആക്സെപ്റ്റ് ചെയ്യും. സോ നമ്മൾ ബൈ USDT കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമുക്ക് I want to pay. സോ നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നത്? നമുക്കൊരു 3000 മിനിമം. സോ 3000 രൂപ കൊടുക്കാം. സോ നമ്മൾ 3000 രൂപ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞ 75.99 റേറ്റിൽ നമുക്ക് 39.47 USDT കിട്ടും. ഓക്കെ, സോ നമ്മൾ ക്ലിക്ക് ബൈ USDT. സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ആൻ ഓർഡർ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. സോ നമുക്ക് പുള്ളിക്കാരന് പേ ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു പുള്ളിക്കാരൻ UPI പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് പ്രസന്ത മൈത്തി എന്നാണ് പുള്ളിയുടെ പേര്. സോ ഈ UPIയിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ IMPS വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. സോ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ മൊബൈലിൽ എൻ്റെ ബാങ്കിൻ്റെ ആപ്പ് എടുക്കുന്നു, ലോഗിൻ ചെയ്തിട്ട് ഈ 3000 രൂപ പുള്ളിക്കാരന് പേ ചെയ്യുന്നു. So I logged into my mobile app. UPI. UPI. I want to send. Okay, പുള്ളിക്കാരുടെ UPI ID 896-789-789-0984 നമ്മൾ 3000 രൂപ പുള്ളിക്കാരന് പേ ചെയ്യാണ്. പ്രൊസീഡ്. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈൽ ആപ്പിൽ നിന്ന് പുള്ളിക്കാരനക്ക് 3000 രൂപ പേ ചെയ്ത് UPI ട്രാൻസ്ഫർ ചെയ്ത്. സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫേർഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യാം.
സോ ഈ ഒരു പേയ്മെൻറ്റ് വിൻഡോ ഉണ്ടല്ലോ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ കൺഫേം കൊടുക്കണം. സോ ഓർഡർ മാർക്കഡാസ്. സോ നമ്മൾ പേ ചെയ്തു. നമ്മൾ ഇനി ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പുള്ളിക്കാരൻ അയാളുടെ അക്കൗണ്ടിൽ ആ പൈസ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് തരാനുള്ള USD ഉണ്ടല്ലോ, അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിലീസ് ചെയ്യും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലോട്ട് P2P നമ്മുടെ വാലറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ ഒരുപാട് വാലറ്റ് ഉണ്ടാവും. സോ നമ്മൾ P2P പോർട്ടൽ അല്ലെങ്കിൽ P2P ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങിയ USDT നമ്മുടെ ഈ P2P എന്നുള്ള വാലറ്റിലാണ് ഉണ്ടാവുക. കുറേ വാലറ്റുകൾ നമുക്ക് ബൈനാൻസിലുണ്ട്. ഫിയറ്റ് ആൻഡ് സ്പോട്ട് വാലറ്റ് ഉണ്ട്, മാർജിൻ വാലറ്റ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് വാലറ്റ് ഉണ്ട്. ഇപ്പോൾ മാർജിൻ ട്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർജിൻ ഇതിൽ നമുക്ക് പിന്നോട്ട് വരാം. സോ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച USDT ഇപ്പോൾ P2P വാലറ്റിൽ ആ പുള്ളിക്കാരൻ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. സോ ഇതുവരെയും പുള്ളിക്കാരൻ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ടു ബി റിലീസ്ഡ് തന്നെയാണ് കാണിക്കുന്നത്. മേ ബി ചിലപ്പോൾ ആശാൻ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ കംപ്ലീറ്റഡ് എന്നാണ്. സോ പുള്ളിക്കാരൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഞാൻ 3000 രൂപ കൊടുത്തത്. സോ പുള്ളിക്കാരൻ എനിക്ക് തരാനുള്ള 39 USDT റിലീസാക്കി. ഓക്കെ, സോ ഈ USDT ഇപ്പോൾ എവിടെ ഉണ്ടാവുക? നമ്മുടെ P2P വാലറ്റിലാണ് ഈ USDT അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ USDT ഇപ്പം 39-47 USDT എന്ന് പറയുന്നത് $, ഇത് $39 നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ബൈനാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കറൻസി വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാം. സോ നമ്മൾ അങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മൾ P2P വാലറ്റിൽ നിന്ന് സ്പോട്ട് വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ നമ്മൾ ഈ എമൗണ്ട് ഫുള്ള് സ്പോട്ട് വാലറ്റിലോട്ട് ട്രേഡ് ചെയ്യണം. സോ ട്രാൻസ്ഫർ ചെയ്യാൻ ഫീസൊന്നുമില്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനിയാണ് കളി. ഇനി നമുക്ക് കോയിൻസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറേ ഡോട്ടുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എക്സ്ചേഞ്ചസിൽ പോകണം. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷായി, നമ്മൾ നേരെ എക്സ്ചേഞ്ചിൽ പോകാം. സോ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരും. ഇത് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇതിൽ കുറേ കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ BTC USDT ആണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത്. സോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ BTC വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോവാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ഇവിടെ കാണിക്കും. സോ നമ്മൾ സ്പോട്ട് വാലറ്റിലോട്ട് USDT കൺവേർട്ട് ചെയ്തു. സോ ബൈ BTC എന്നുള്ള ഇതിൽ നമ്മുടെ വാലറ്റിൻ്റെ ഒരു പിക്കും അതിൻ്റെ അടുത്തോട്ട് നമ്മൾ 39.47 USDT എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിപ്പോൾ BTC വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്പോട്ട് മാർക്കറ്റ്, ക്രോസ് മാർജിന്, ഒരു ഐസൊലേറ്റഡ് മാർജിൻ. സോ നമ്മൾ സ്പോട്ട് മാർക്കറ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നു. മറ്റുള്ള മാർജിൻ വാലറ്റ് അതിനെ കുറിച്ചിട്ട് പിന്നെ വരാം. സോ നമ്മുടെ കയ്യിൽ $39 ഉണ്ട്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നു. സോ നമുക്കിവിടെ മാനുവലി ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് താഴെ ഇവിടെ ഉള്ള നമുക്കിത് ഇതെങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ടോട്ടൽ USDTക്ക് ഉള്ള ബിറ്റ്കോയിൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
അതിലിവിടെ 3 ഓപ്ഷൻ ഉണ്ടാവും നമുക്കിവിടെ. ഒന്ന് നമുക്ക് ലിമിറ്റ് പ്രൈസിന് വാങ്ങിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലിമിറ്റ് പ്രൈസിന് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 57,400 57,500 ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. 57,500 വിചാരിക്കും. സോ നമ്മൾ വിചാരിക്കുകയാണ് ഒരു 57,000 എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഓർഡർ വാങ്ങിച്ചാൽ മതി പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലിമിറ്റ് ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഓർഡർ ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കും. എന്നിട്ട് 57,000 ആയി കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഓർഡർ ട്രിഗർ ആവും. സോ 57,000-ന് ആ $39 ബിറ്റ് കോയിൻ നമ്മുടെ വാലറ്റിലോട്ട് വരും. ഓക്കെ, സോ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി അത് നമുക്ക് കാത്തിരിക്കാനൊന്നും നമുക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക, മാർക്കറ്റ് ഓർഡർ കൊടുക്കുക. മാർക്കറ്റ് ഓർഡർ കൊടുത്തിട്ട് എത്ര BTC ആണ് വാങ്ങിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വേണ്ടിയിട്ട് 50% വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ $15 കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 0.00357 ബിറ്റ് കോയിനും കിട്ടും. അതുപോലെ നമ്മൾ ഫുൾ ഫണ്ട് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 0.00687 ബിറ്റ് കോയിൻ കിട്ടും. സോ എൻ്റെ ഫുള്ള് ഫണ്ട് സ്പോട്ട് മാർക്കറ്റിലുള്ള ഫുള്ള് ഫണ്ട് യൂസ് ചെയ്തിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബൈ ആവും. Balance is insufficient of the quantity asset due to the rapid rise in prices. Please try again with the okay. ഞാൻ ഒന്നിനായിട്ട് എന്തോ കാണിച്ചില്ല. ഓക്കെ, സോ എന്തായാലും ഫൈനലി ബൈ ചെയ്യും. സോ ഞാൻ മാർക്കറ്റ് പ്രൈസിന് ബൈ കൊടുത്തപ്പോൾ ഇത്രയും ബിറ്റ് കോയിൻ എൻ്റെ വാലറ്റിൽ വന്നു. സോ എത്ര ഇവിടെ നമുക്ക് ട്രേഡ് ഹിസ്റ്ററി കാണിക്കും. ബൈ 57,448.25 എൻ്റെ ഓർഡർ ട്രിഗർ ആയിരിക്കുന്നത്. സോ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള എമൗണ്ട് ഞാൻ വാങ്ങിച്ച BTC എന്ന് പറയുന്നത് 0.00687 BTC എൻ്റെ വാലറ്റിലോട്ട് വന്നു. അതിനായിട്ട് ഒരു ഫീസ് എടുത്തിരിക്കുന്നത് 69 സതോഷി എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തായി, നമ്മൾ $39 3000 INR കൊടുത്തിട്ട് $39 വാങ്ങിച്ചു, $39 കൊടുത്തിട്ട് BTC വാങ്ങിച്ചു. സോ ഇതാണ് എക്സ്ചേഞ്ചിൻ്റെ പർപ്പസ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തു, ഡോളർ ബിറ്റ് കോയിൻ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ച ബിറ്റ് കോയിൻ എവിടെ ഉണ്ടാവുക, വാങ്ങിച്ച ബിറ്റ് കോയിന് നേരെ നമ്മൾ എന്താ പറയുക, ഇവിടെ പോവാം, വാലറ്റിൽ പോവാം. വാലറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഫിയറ്റ് ആൻഡ് സ്പോട്ട് എന്നാണ്. നമ്മുടെ സ്പോട്ട് വാലറ്റിലായിരിക്കും ബിറ്റ് കോയിന് ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, വാലറ്റിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് ഓൾറെഡി ഇതിൽ ബിറ്റ് കോയിൻ കുറച്ച് ഇതിൽ സ്പോട്ടിലുള്ള കാരണമാണ് $1000 കാണിക്കുന്നത്. സോ ഞാനിപ്പോൾ വാങ്ങിച്ച $39 ബിറ്റ് കോയിനും ഇതിൽ ആഡായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. സോ അത്രയാണ് എന്താ പറയുക, ഒരു ബിറ്റ് കോയിൻ പിയർ ടു പിയർ ആയിട്ട് ബൈനാൻസിൽ നിന്ന് വാങ്ങിക്കാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരും വീഡിയോകളിൽ കാണാം. ഇതുപോലുള്ള ഫ്യൂച്ചേഴ്സ്, മാർജിൻ ട്രേഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും വീഡിയോസിൽ കാണാം. ഇനി നമ്മൾ ഈ വാങ്ങിച്ച ബിറ്റ് കോയിൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ വിഡ്രോ ചെയ്യാൻ എന്ത് ചെയ്യുകയാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ